ഭഗവതേ വാസുദേവായ. ഹരിപരീക്ഷണം. മുത്തശ്ശിയുടെ കൊച്ചുമക്കളെല്ലാം കണ്ണൻ്റെ കഥ കേൾക്കാനായിട്ട് ഇവിടെ കാത്തിരിക്കുകയാണല്ലേ. വിഷമിക്കേണ്ട, മുത്തശ്ശി കഥ പറഞ്ഞു തരാം. വൃഷഭാനുരാജനും ഗോപന്മാരും കൂടി കൃഷ്ണനെ, അതായത് ഹരിയെ പരീക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചു. കൃഷ്ണനും രാധയും സാക്ഷാൽ ഹരിയും രാധികയുമാണോ എന്ന് അറിയണമല്ലോ എന്ന് കരുതി. രാധാകൃഷ്ണന്മാരെക്കുറിച്ച് ഗർഗമുനി പറഞ്ഞതെല്ലാം വൃഷഭാനു ഗോപീഗോപ സമൂഹത്തോട് പറഞ്ഞപ്പോൾ അവർക്കുണ്ടായിരുന്ന സംശയം തീർന്നു. ഇതിനു മുൻപ് ചെയ്ത വീഡിയോയിൽ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും മക്കളെ, എന്താണ് ഗർഗമുനി പറഞ്ഞത് എന്ന്. ശരി, അത് പോട്ടെ, നമ്മൾ കഥയിലേക്ക് വരാം. ഗോപന്മാരെല്ലാവരും വൃഷഭാനുവിനോട് ഇങ്ങനെ പറഞ്ഞു. രാധ തന്നെയാണ് ഹരിപ്രിയ. ഗോലോകത്തു നിന്നും ഭൂമിയിലേക്ക് വന്നതാണല്ലോ. അതിൻ്റെ വൈഭവം ബർസാനയിൽ കാണുന്നുമുണ്ട്. ആനകൾ, കുതിരകൾ, ഹേമരത്നങ്ങളെ കൊണ്ടലങ്കരിച്ച ദേവരഥത്തിന് തുല്യമായ രഥങ്ങൾ, കോടിക്കണക്കിലുള്ള പശുക്കൾ, മനോഹരങ്ങളായ കെട്ടിടങ്ങൾ, ഇതെല്ലാം കാണുമ്പോൾ വൃഷഭാനുരാജൻ താങ്കൾ കുബേരനാണോ എന്ന് തോന്നിപ്പോകുന്നു. എന്തൊക്കെ പറഞ്ഞാലും നന്ദരാജൻ്റെ വൈഭവം താങ്കൾക്കൊപ്പം വരില്ല. നന്ദരാജൻ കൃഷിക്കാരനല്ലേ, പോരാത്തതിന് ഗോക്കളെ മേയ്ക്കുന്നവനും എന്ന് പറഞ്ഞ് നന്ദരാജനെ താഴ്ത്തി വൃഷഭാനുവിനെ പുകഴ്ത്തി. പിന്നീട് വൃഷഭാനുവിനോട് ഗോപർ ഇങ്ങനെ പറഞ്ഞു. പരിപൂർണതമനായ കൃഷ്ണനാണ് നന്ദപുത്രനായ ഹരിയെങ്കിൽ നമുക്കൊന്ന് അവരെ പരീക്ഷിച്ചു നോക്കാം. ഇത് കേട്ടപ്പോൾ വൃഷഭാനുവും ശരിയെന്ന് സമ്മതിച്ചു. ഇനി എന്താണ് പരീക്ഷണം എന്നറിയണ്ടേ? വലുതും ചെറുതുമായ മുത്തുമാലകൾ അനവധി, പിന്നെ കോടിക്കണക്കിൽ ഒറ്റയായിട്ടുള്ള മുത്തുകൾ, രത്നങ്ങൾ എല്ലാം നിറച്ച കുട്ടകൾ വൃഷഭാനു വാഹകന്മാരുടെ കയ്യിൽ നന്ദരാജന് കൊടുക്കാനായി കൊടുത്തുവിട്ടു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു. കോടിചന്ദ്രപ്രഭ ചൊരിയുന്ന എൻ്റെ മകൾ രാധയ്ക്ക് വിവാഹപ്രായമെത്തിയിരിക്കുന്നു. അവൾക്ക് വരനെ തേടിക്കൊണ്ടിരിക്കുകയാണ്. സുഹൃത്തായ നന്ദൻ്റെ മകൻ കൃഷ്ണനെ എൻ്റെ മകൾക്ക് വരനായി തരാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഇത് സ്വീകരിക്കണം. ഇതെല്ലാം വരനുള്ളതാണ് എന്ന് പറഞ്ഞ് സഭാമധ്യത്തിൽ വെച്ച് തന്നെ ഈ കുട്ടകളെല്ലാം നന്ദന് കൈമാറണം എന്ന് പറഞ്ഞു വാഹകരോട് വൃഷഭാനു. എല്ലാവർക്കും അറിയാം നന്ദന് ഇതിലും അധികമോ അല്ലെങ്കിൽ ഇത്ര തന്നെയോ സമ്പത്ത് തിരിച്ചു കൊടുക്കാനാവില്ല എന്ന്. കാരണം നന്ദൻ ഒരു കൃഷിക്കാരനാണല്ലോ. വാഹകന്മാർ അതെല്ലാം ചുമന്ന് കൊണ്ടുപോയി നന്ദരാജന് കൊടുത്ത് വൃഷഭാനു പറഞ്ഞതെല്ലാം പറഞ്ഞു. ഇനി വധുവിനുള്ള സമ്പത്ത് തന്നാൽ ഞങ്ങൾക്ക് പോകാമായിരുന്നു എന്ന് വാഹകന്മാർ പറഞ്ഞു. നന്ദൻ അത് വാങ്ങി നോക്കിയപ്പോൾ ആശ്ചര്യപ്പെട്ടുപോയി. ഇത്രയധികം മുത്തുകളും രത്നങ്ങളും ഉണ്ടല്ലോ ഇതിൽ. നമ്മൾ ഇത് സ്വീകരിച്ചാൽ ഇതിലധികം മുത്തും രത്നങ്ങളും വധുവിനുള്ള ഉപഹാരമായി നമ്മൾ കൊടുക്കണമല്ലോ. നമ്മുടെ കയ്യിൽ ഇത്രയധികം സമ്പത്തില്ലല്ലോ, ഇനി എന്തു ചെയ്യും എന്നെല്ലാം യശോദയുമായി ചർച്ച ചെയ്തു. എന്തായാലും എത്രയുണ്ടെന്ന് നോക്കാം എന്ന് പറഞ്ഞ് മുത്തുകളും രത്നങ്ങളും എടുക്കാൻ പോയി. അതിനിടയ്ക്ക് ഭഗവാൻ കൃഷ്ണൻ എന്തു ചെയ്തെന്നറിയണ്ടേ? അവിടെയുള്ള മുത്തുകളിൽ നിന്ന് കുറച്ചെടുത്ത് കൃഷിഭൂമിയിൽ പോയി വിത്ത് വിതയ്ക്കുന്ന പോലെ മുത്തുകൾ നട്ടുവളർത്തി. കൃഷ്ണൻ വിചാരിച്ചാൽ എന്താണ് സാധിക്കാത്തത്? നന്ദനും യശോദയും നോക്കുമ്പോൾ മുത്തുകൾ അവർ സൂക്ഷിച്ചതിനേക്കാളും കുറച്ച് കുറവുള്ളതായി കണ്ടു. അവർക്ക് പരിഭ്രമമായി. ഈ മുത്തുകളെല്ലാം ആരാണെടുത്തത്? എൻ്റെ ബന്ധുക്കളിൽ ആരെങ്കിലുമാണോ? അല്ലെങ്കിൽ കൃഷ്ണൻ കളിക്കാൻ വേണ്ടി എടുത്തതാണോ? ബലരാമനോ വേറെ ആരെങ്കിലുമോ എടുത്തോ എന്ന് എല്ലാവരോടുമായി ചോദിച്ചു. അപ്പോൾ കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. എന്താണ് പറഞ്ഞതെന്നറിയണ്ടേ? അച്ഛാ, നമ്മളെല്ലാം കൃഷിക്കാരല്ലേ. ഞാൻ മുത്തെടുത്ത് വയലിൽ വിതച്ചിട്ടുണ്ട് എന്ന്.
ഇത് കേട്ടപ്പോൾ നന്ദന് ദേഷ്യം വന്നു. നന്ദൻ കൃഷ്ണനെ വഴക്കു പറഞ്ഞു. അതെല്ലാം തിരിച്ചെടുക്കാനായി വയലിലേക്ക് കൃഷ്ണനെയും കൂട്ടിപ്പോയി. അവിടെ എത്തിയപ്പോൾ നന്ദൻ കണ്ട കാഴ്ച അത്രയ്ക്കും അത്ഭുതം നിറഞ്ഞതായിരുന്നു. മുത്ത് കുഴിച്ചിട്ടാൽ അത് വളരില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ കണ്ട കാഴ്ച നേരെ മറിച്ചായിരുന്നു. മുത്ത് വളർന്ന് വലിയ മരങ്ങളായി കൊമ്പുകളിലും ചില്ലകളിലും വലുതും ചെറുതുമായ മുത്തുകളും രത്നങ്ങളും കുലകളായി തൂങ്ങി കിടക്കുന്നു. അപ്പോൾ നന്ദനും കൂട്ടർക്കും മനസ്സിലായി, ഇത് സാക്ഷാൽ പരിപൂർണതമനായ കൃഷ്ണൻ തന്നെ, രാധ ഹരിപ്രിയ തന്നെ എന്ന്. അങ്ങനെ കൃഷ്ണനും നന്ദനും കൂട്ടുകാരും ചേർന്ന് മുത്തുകളും രത്നങ്ങളും പറിച്ചെടുത്ത് വൃഷഭാനു കൊടുത്തതിലും അധികമായി കുട്ടകളിലാക്കി വൃഷഭാനുവിൻ്റെ വാഹകന്മാരുടെ കയ്യിൽ കൊടുത്തയച്ചു. അവർ അതെല്ലാം കൊണ്ടുപോയി വൃഷഭാനുവിന് കൊടുത്ത് നന്ദൻ്റെ വൈഭവത്തെപ്പറ്റി പുകഴ്ത്തി. ഇപ്പോൾ എല്ലാ ഗോപീഗോപന്മാർക്കും എല്ലാ സംശയങ്ങളും തീർന്നു. രാധയും കൃഷ്ണനും ഗോലോകത്തിലെ പരിപൂർണതമനായ കൃഷ്ണനും രാധയും തന്നെ ആണ് എന്ന് മനസ്സിലാക്കി അവരെ സ്തുതിച്ചു. സാക്ഷാൽ ഭഗവാനല്ലാതെ മറ്റാർക്കാണ് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുക? ഭഗവാന്റെ ഓരോ ലീലകളും അത്രയും ഭംഗിയും ഭക്തിയും നിറഞ്ഞതാണ്. കഥ ഇഷ്ടമായോ മക്കളെ? ഇനി അടുത്ത ദിവസം പറയാം. സർവം കൃഷ്ണാർപ്പണമസ്തു.